ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററും കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലും സംയുക്തമായി രക്തദാന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തിരൂർ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർമാരോടൊക്കെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ അത് 20 വയസ്സ് പ്രായത്തിലാണ് പോകുന്നത്. പക്ഷെ ഉമ്മ ഞാൻ വരുന്നവരേക്ക് കരഞ്ഞുകൊണ്ടായിരുന്നു, കണ്ണീരൊഴിച്ച് അവർക്ക് പ്രയാസത്തിലായിരുന്നു. അപ്പോൾ പിന്നീട് അത് ബോധ്യായി, ഉമ്മാക്ക് ബോധ്യായി. അതേപോലെയുള്ള ആളുകൾക്ക് പഴയ ആളുകൾക്ക് രക്തം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചില ആളുകൾക്ക് കുടുംബത്തിൽ തന്നെ തന്റെ സഹോദരങ്ങൾക്ക് രക്തം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വേണ്ടാറാണ്. അപ്പൊ അവയവദാനം ചെയ്യുന്ന ഒരു കാലത്താണ് അവയവങ്ങൾ തന്നെ കണ്ണും മൂക്കും നാവും ഒക്കെ ഇപ്പോൾ കൊടുക്കാം എന്നുള്ളവർക്ക് എത്തിയിരിക്കുകയാണ്. എന്തിന് ഹൃദയം വരെ കൊടുത്താൽ ബുദ്ധിമുട്ടാകില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. തലച്ചോറ് പോലും മാറ്റി വെക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ആശയം പൊന്തി വന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചു വരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ജനറൽ മാനേജർ MKB മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അൽമാസ് ബ്ലഡ് ബാങ്ക് മാനേജർ ഹുസൈൻ കുൻ രക്തദാനത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തി. ഡോക്ടർ ലാമിസ്, ക്യാമ്പംഗങ്ങളായ മുബസ്മില, റുഷ്ത, അശ്വതി, അജീന, ജിൻഷ, അഞ്ജലി, സാനിയ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ 75 പേർക്ക് രക്തം നൽകി. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.